ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു പവാസ് കിച്ചൻ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വീട്ടമ്മമാർക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ചപ്പാത്തിയുടെ റെസിപ്പിയുമായാണ്. ചപ്പാത്തിക്ക് എന്ത് റെസിപ്പി എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? ചപ്പാത്തിക്ക് റെസിപ്പി പ്രത്യേകിച്ചൊന്നുമില്ല, എങ്കിലും നമുക്കിതിന് പരത്തണ്ട കുഴക്കണ്ട അങ്ങനെയുള്ളൊരു ചപ്പാത്തിയാണിത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി പവാസ് കിച്ചൻ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ ശരി, നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. ഈസി ആയിട്ട് ചപ്പാത്തി റെഡിയാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി എടുക്കുന്നുണ്ട്. ഞാനിവിടെ ആശീർവാദിൻ്റെ ആട്ടപ്പൊടിയാണ് എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് ആട്ടപ്പൊടിയാണോ ഉള്ളത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അതിനുശേഷം 1.5 കപ്പ് വെള്ളം ഒഴിക്കാം. അപ്പോൾ ഞാൻ 1 കപ്പ് ആട്ടപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്, അതിലേക്ക് ഞാൻ 1.5 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇനി നമുക്കിതൊരു വിസ്ക് ഉപയോഗിച്ചോ സ്പൂൺ ഉപയോഗിച്ചോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടയൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ ഓയിൽ കൂടി ആഡ് ചെയ്യാം. അതിനുശേഷം ഇതൊന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമുക്ക് നല്ല തിക്കായിട്ടുള്ളൊരു ബാറ്റർ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. നമ്മൾ ദോശയൊക്കെ ചുടുന്നത് പോലെ പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് നമ്മുടെ ചപ്പാത്തി മാവ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ദോശയൊക്കെ പരത്തുന്നത് പോലെ ചപ്പാത്തി മാവ് പരത്തരുത്, എങ്കിലേ നമ്മുടെ ചപ്പാത്തി നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. ഇപ്പോൾ നമ്മുടെ ചപ്പാത്തിയുടെ ഒരു ഭാഗം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ടതിന് ശേഷം ഇതുപോലെ 2-3 പ്രാവശ്യം ഇങ്ങനെ തിരിച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം, എങ്കിലേ ചപ്പാത്തി പെട്ടെന്ന് പൊങ്ങി വരികയുള്ളൂ. ഇപ്പോൾ നമ്മുടെ ചപ്പാത്തി നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ നമ്മുടെ ചപ്പാത്തി റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ബാക്കിയുള്ള ചപ്പാത്തിയും നമുക്കിതുപോലെ ചുട്ടെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈസി ആയിട്ട് അടിപൊളി ടേസ്റ്റിൽ നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചപ്പാത്തിയാണിത്. നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ പരത്തുകയോ കുഴക്കുകയോ ഒന്നും വേണ്ട, വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കിയെടുക്കാം. നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ പവാസ് കിച്ചൻ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്